മുനമ്പത്തേത് വഖഫ് ഭൂമിയോ അല്ലയോ? ഈ പ്രശ്നത്തിൽ തട്ടി നിൽക്കുകയാണ് UDF. പ്രതിപക്ഷ നേതാവിന് ഒരു നിലപാട്, മുസ്ലിം ലീഗിന് മറ്റൊരു നിലപാട്. ഇത് വളരെ ശക്തമായി തന്നെ അവതരിപ്പിക്കുകയാണ് ഇരു കൂട്ടരും. ഇന്നും കണ്ടതാണ് വഖഫ് ഭൂമി വിഷയത്തിൽ ആ വിധത്തിലുള്ള ഭിന്നത UDF-ൽ വളരെ പ്രകടമായി തുടരുകയാണ്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ്റെ നിലപാട്, മുനമ്പത്തേത് വഖഫ് ഭൂമിയല്ല എന്ന VD സതീശൻ്റെ നിലപാട് പരസ്യമായി മുസ്ലിം ലീഗ് തള്ളിപ്പറഞ്ഞിരിക്കുകയാണ്. പ്രതിപക്ഷ നേതാവല്ല ആരു പറഞ്ഞാലും ആ നിലപാട് ശരിയല്ല എന്നാണ് ET മുഹമ്മദ് ബഷീർ MP വ്യക്തമാക്കിയത്. മുസ്ലിം ലീഗിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളില്ലെന്നും മുനമ്പത്തേത് വഖഫ് ഭൂമി തന്നെയാണെന്നും സാദിഖ് അലി തങ്ങളും PK കുഞ്ഞാലിക്കുട്ടിയും വ്യക്തമാക്കി കഴിഞ്ഞു. അതേസമയം വിശദമായി രേഖകൾ പരിശോധിച്ചാണ് താൻ അഭിപ്രായം പറഞ്ഞതെന്ന് VD സതീശൻ മുസ്ലിം ലീഗ് നേതാക്കൾക്ക് മറുപടിയും നൽകി. മുനമ്പത്തെ വഖഫ് ഭൂമി വിഷയത്തിൽ പ്രതിപക്ഷ നേതാവ് VD സതീശനെ തള്ളിയാണ് മുസ്ലിം ലീഗ് പരസ്യ നിലപാടുമായി രംഗത്തു വന്നത്. വിഷയത്തിൽ ലീഗിൽ ഭിന്നതയില്ല. മുനമ്പത്തേത് വഖഫ് ഭൂമി തന്നെ. ലീഗ് ഒരു ഘട്ടത്തിലും വഖഫ് ഭൂമി അല്ല എന്ന് പറഞ്ഞിട്ടില്ലെന്നും പ്രതിപക്ഷ നേതാവല്ല ആര് പറഞ്ഞാലും ആ നിലപാട് ശരിയല്ലെന്നും ET മുഹമ്മദ് ബഷീർ ദില്ലിയിൽ വ്യക്തമാക്കി. പ്രതിപക്ഷ നേതാവ് ആരായിരുന്നാലും പ്രതിപക്ഷ നേതാവെന്നല്ല, ഞങ്ങൾക്കുള്ള സമീപന രീതി ഇതാണ്. പ്രതിപക്ഷ നേതാവെന്ന് മാത്രമല്ല, ആരായിരുന്നാലും ഇത് വഖഫ് സ്വത്തല്ല എന്ന് പറയുന്നത് ശരിയല്ലെന്നാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്. മുനമ്പം വിഷയത്തിൽ മുസ്ലിം ലീഗിൽ അഭിപ്രായ വ്യത്യാസമില്ലെന്ന് സാദിഖ് അലി തങ്ങളും PK കുഞ്ഞാലിക്കുട്ടിയും പറഞ്ഞു. വഖഫ് ഭൂമിയല്ല എന്ന് ആരും പറഞ്ഞിട്ടില്ലെന്ന് PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. വഖഫ് അല്ല എന്ന് അവരും പറഞ്ഞിട്ടില്ല, ആരും പറഞ്ഞിട്ടില്ല. ഇത് വഖഫ് അല്ല എന്ന് ആരും പറഞ്ഞിട്ടില്ല. പ്രശ്നം പരിഹരിക്കേണ്ടത് സർക്കാരാണെന്നും പരിഹാരം വൈകുന്നത് കൊണ്ടാണ് ഇത്തരം പ്രശ്നങ്ങൾ ഉയരുന്നതെന്നും സാദിഖ് അലി തങ്ങൾ പറഞ്ഞു. അപ്പോൾ ഈ പ്രശ്നം അത് രമ്യമായിട്ട് പരിഹരിക്കണം. അതിന് സർക്കാരാണ് മുന്നിട്ട് ഇറങ്ങേണ്ടത്. അപ്പോൾ സർക്കാരിനെ ചുമതലപ്പെടുത്തുകയാണ് അന്ന് മുസ്ലിം സംഘടനകൾ ചെയ്തത്. അത് തന്നെയാണ് മുസ്ലിം ലീഗിന്റെ നയവും. അതേസമയം തന്റെ മുൻ നിലപാടിൽ നിന്നും പിന്നോട്ടില്ലെന്ന സൂചനയാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ നൽകുന്നത്. നിയമവിദഗ്ധരും രേഖകളും പരിശോധിച്ച ശേഷമാണ് താൻ അഭിപ്രായം പറഞ്ഞതെന്ന് VD സതീശൻ പറഞ്ഞു. പലരും ഇത് പഠിക്കുന്നില്ല, പഠിക്കാതെയും കാര്യങ്ങൾ മനസ്സിലാക്കാതെയും ഇതിൻ്റെ പഴയ കാര്യങ്ങൾ നോക്കാതെ ഞങ്ങൾ വളരെ വിശദമായി വിദഗ്ധരായ നിയമപണ്ഡിതന്മാരെ കൂടി ഇരുത്തി പഠിച്ചിട്ടാണ് ഞങ്ങളെല്ലാവരും ചേർന്നൊരു അഭിപ്രായം പറഞ്ഞത്. പിന്നെ അതിൻ്റെ ഇടയിൽ ഓരോരുത്തർ അഭിപ്രായം പറയുമ്പോൾ നമ്മളതിന് മറുപടി പറയാൻ പോകണ്ട. എന്താണെന്നറിയോ, നമുക്കൊരു ലക്ഷ്യമുണ്ട് ഇക്കാര്യത്തിൽ. മുനമ്പം ഭൂമി വിഷയത്തിൽ പ്രതിപക്ഷ നേതാവ് VD സതീശിന്റെ നിലപാടിനെ UDF യോഗത്തിൽ മുസ്ലിം ലീഗ് ചോദ്യം ചെയ്യുമെന്ന സൂചനയാണ് നേതാക്കളുടെ അഭിപ്രായത്തിലൂടെ പുറത്തുവരുന്നത്. ന്യൂസ് ഡെസ്ക്, കൈരളി ന്യൂസ്. UDF-ൽ ഈ ഭിന്നത പരസ്യമാകും വിധം ഒരു നിലപാടിന് അല്ലെങ്കിൽ ഇതിന് തുടക്കം കുറിച്ചത് പ്രതിപക്ഷ നേതാവാണ്. മുനമ്പത്തേത് ഈ പറഞ്ഞതുപോലെ വഖഫ് ഭൂമിയല്ല എന്ന ഒരു പരസ്യ നിലപാട് അദ്ദേഹം സ്വീകരിച്ചു. അതിനോട് വിയോജിച്ചുകൊണ്ടാണ് മുസ്ലിം ലീഗ് നേതാക്കൾ ഓരോരുത്തരായി രംഗത്ത് വന്നത്. ET വളരെ ശക്തമായാണ് ഇന്ന് അതിനെതിരെ പ്രതികരിച്ചത്. പ്രതിപക്ഷ നേതാവല്ല ആരായാലും അത് പറഞ്ഞാൽ ശരിയല്ല, രേഖകളുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇപ്പോൾ മുസ്ലിം ലീഗ് നേതാക്കൾക്ക് മറുപടി പറയുമ്പോൾ ഒരു ഒളിയമ്പു കൂടി പ്രതിപക്ഷ നേതാവ് നടത്തുകയുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഇതൊന്നും പഠിക്കാതെയാണ് അഭിപ്രായം പറയുന്നത്, പഠിക്കുന്നില്ല, പഠിക്കാതെ അഭിപ്രായം പറയുന്നു എന്നുകൂടിയാണ്. ഇങ്ങനെ ഓരോരുത്തരും പറയുന്ന അഭിപ്രായങ്ങൾക്ക് മറുപടി പറയേണ്ടതില്ല, പക്ഷേ അത് വഖഫ് ഭൂമിയല്ല എന്ന നിലപാട് ആവർത്തിച്ച് പ്രതിപക്ഷ നേതാവ് പറയുന്ന ഒരു മറുപടി മുസ്ലിം ലീഗ് നേതാക്കൾക്ക് പറയുന്നതിനും ഇന്ന് സാക്ഷ്യം വഹിക്കുന്ന അവസ്ഥ ഈ വിഷയത്തിൽ സംഭവിച്ചിട്ടുണ്ട്.